ஆமென். ஆமென். இன்றைக்கு நாம் அப்போஸ்தல நடபடிகளின் புஸ்தகம் 11வது அதிகாரத்தில் இருந்து பிரசங்கிக்க போகிறேன். അപ്പോസ്തല പ്രവൃത്തികൾ 11ാം അധ്യായത്തിൽ നിന്ന് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു. ஆண்டவர் நம்மோடு கூட பேசுவாராக. ദൈവം നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. ஆமென். ആമേൻ. அப்போஸ்தலர் 11ாம் அதிகாரம் 21ாம் வாக்கியம். 21ാം വാക്യം. நான் உங்களை வாசிக்க சொல்லவில்லை. அப்போஸ்தல நடபடிகளின் புஸ்தகம் 11ாம் அதிகாரம் 21ாம் வாக்கியம். അപ്പോസ്തല പ്രവൃത്തികൾ 11:21. எல்லாரும் எடுங்க முதல்ல. എല്ലാവരും എടുക്കുകയും ആദ്യം. நம்ம சபைகளில் ஒரு வியாதி உண்டு. നമ്മുടെ സഭകളിൽ ഒരു അസുഖമുണ്ട്. சொன்ன உடனே எடுத்து படிச்சிருவாங்க. പറഞ്ഞ ഉടനെ എടുത്തു വായിക്കും. அது ஒரு வியாதி. അതൊരു രോഗമാണ്. ஏன்னு கேளு. அதே சபைக்குள்ள 6 മാസം ആനാലും എടുക്കാത്തവൻ ഇരിക്കും. ആ സഭയ്ക്കകത്ത് 6 മാസം ആയാലും വചനം എടുക്കാൻ അറിയാത്തവൻ ഇരിക്കും. പേപ്പർ സൗണ്ട് കേൾക്കാം. പേപ്പർ സൗണ്ട് കേൾക്കുന്നു. എനിക്ക് നാം വചനം ചൊല്ലണമെന്നാ സഭയില പേപ്പർ സൗണ്ട് നിന്നാதான் நான் வசனம் சொல்லுவேன். இல்லன்னா அதிகாரத்தோட நிறுத்துவேன். ഞാൻ വചനം പറയണമെങ്കിൽ ദൈവം അതെ പേപ്പർ സൗണ്ട് മാറിയാലേ പറ്റത്തുള്ളൂ. ഞാൻ அப்படிப்பட்ட ഗ്രൂപ്പ് ആക്കും. ഞാൻ അങ്ങനെയുള്ള വ്യക്തിയാണ്. അപ്പോസ്തല നടപടികൾ എന്ന് ചൊല്ലുമ്പോൾ ഇത് പഴയ ഏർപ്പാടോ പുതിയ ഏർപ്പാടോ എന്ന് നമ്മ ഒരു മുടിവുക്ക് വരതുക്ക് മുന്നേ അവയെ എടുത്ത് പഠിച്ച് പ്രസംഗം ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ പുതിയ നിയമമോ പഴയ നിയമമോ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവൻ വായിച്ചു തീർത്തിരിക്കും. നമ്മളെല്ലാം അപ്പടിപ്പെട്ട ആളുകളാണ്. നമ്മളെല്ലാം അങ്ങനെയുള്ള വ്യക്തികൾ. പിന്നെ ചില സഭയില് 2 പേര് കാണും. പിന്നെ 2 പേര് കാണും ചില സഭകളിൽ. ഇവൻ വിട്ട അവൻ പിടിപ്പാ, അവൻ വിട്ട ഇവൻ പിടിപ്പാ. അവൻ വായിച്ചാൽ ഇവൻ വായിക്കത്തില്ല, ഇവൻ വായിച്ചാൽ അവൻ വായിക്കും. അങ്ങനെ 2 പേരും കൂടെ മാറി മാറി വായിക്കും. മൂന്നാമത് ഒരാള് പഠിക്കണമെന്നാ ഇവയെ 2 പേരും മരിക്കണം, ഇല്ലെന്നാ യേശു വരണം. മൂന്നാമത് ഒരാൾ വായിക്കണമെങ്കിൽ ഇവര് 2 പേരെയും ദൈവം എടുക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. അതിനാലേ ഒരു സഭൈ ബോധകരാக പേசுகிறேன். ഒരു ദൈവത്തിന്റെ ഇടയനായി ഞാൻ സംസാരിക്കും. സഭയിൽ എല്ലാവരും വളരുവதற்கு വായ്പ കൊടുക്കും. സഭയിൽ എല്ലാവരും വളരുവാൻ ദൈവം ഇടം കൊടുക്കണം. ആമേൻ. ഇപ്പൊ നമ്മ ഏற்கனவே ഒരു പാറ്റേൺ ഉണ്ട്. ഒരു തടവ വാസിച്ച ഇനി വാസിക്കപ്പെടാം. ഒരു പ്രാവശ്യം വായിച്ച ആ വ്യക്തി പിന്നെ വായിക്കരുത്. വേറെ ഒരാള് വാസിക്കും, വേറൊരു വ്യക്തി വായിക്കുക. அந்த ആള് വാസിച്ച അടുത്ത അന്ന് കൂട്ടം തീരതര அந்த ആള് വാസിക്കപ്പെടാം. അതെ, ആ വ്യക്തി വായിച്ചാൽ അടുത്ത വ്യക്തി വായിക്കണം. അപ്പൊ എല്ലാരും പഠിக்கிறதுக்கு വായ്പകൾ, എല്ലാവർക്കും പഠിക്കുവാനുള്ള അവസരമുണ്ട്. ഇത് കൊള്ളാമോ? ഇത് കൊള്ളാമോ? ഇപ്പൊ പലർക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് പഠിക്കുന്നത് പഠിക്കാനുള്ള സൗകര്യം കിട്ടും. ആണ്ടവൻ നല്ലവൻ, ദൈവം നല്ലവൻ. മക്കൾ 21ാം